നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം തന്നെയാണ്. നിങ്ങൾക്കറിയാം 10ാം ക്ലാസ്സിലെയും +1ലെയും ഒക്കെ ചോദ്യപേപ്പറുകൾ ചോർന്നു. ഇപ്പോൾ ഹയർ സെക്കൻഡറിയും സ്കൂൾ തല ക്ലാസ്സുകളിലൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് വിഷയങ്ങളൊക്കെ നടന്നതാണ്. യൂട്യൂബ് ചാനലുകൾക്ക് ഇതിൽ പങ്കിട്ടുന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. യൂട്യൂബ് ചാനലുകൾ നിർത്തലാക്കുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവർക്കെതിരെ കേസെടുക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി ഒരു ചോദ്യം ചോരാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ എടുക്കുന്നത്. അതായത് സർക്കാരിന് നേരെയും വിദ്യാഭ്യാസ വകുപ്പിന് നേരെയും ഒരുപാട് ആരോപണങ്ങൾക്ക് ഇതിനിടയിൽ ഉയർന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും ഈ ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഉണ്ടാവരുത്, തങ്ങളുടെ അഭിമാനം ഇനി ചോദ്യം ചെയ്യപ്പെട്ടെന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ പുതിയൊരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എന്താണ് ആ സിസ്റ്റം എന്നും പുതിയ സിസ്റ്റം ഇനി എന്താണ് എന്നും ഇതുവരെ നിലനിന്നിരുന്ന സിസ്റ്റം എന്താണെന്നുള്ളതാണ്. അതായത് പേപ്പർ ചോരുന്ന സമയത്തൊക്കെ നിലനിൽക്കുന്നതെങ്കിൽ പണ്ട് മുതലേ ഇതുവരെ നിലനിൽക്കുന്ന സിസ്റ്റം എന്താണെന്നും ഇനി വരാൻ പോകുന്ന സിസ്റ്റം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ പുതിയ സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം ആദ്യം. ഈ സിസ്റ്റത്തിന് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് സിസ്റ്റം വർക്കൗട്ട് ആകുന്നതെന്നാണ് പറയുന്നത്. ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഓട്ടോമേറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോരരുത്, അതാണ് എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് സംഭവം. എക്സാം എന്നാണ് നിങ്ങൾക്ക് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഫിസിക്സിൻ്റെ എക്സാം നടക്കുകയാണ്, അത് രാവിലെ 10 മണിക്കാണെങ്കിൽ ഈ 10 മണിക്ക് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമായിരിക്കും ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്കൂളിന് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഈ സോഫ്റ്റ്വെയർ മുഖാന്തരം വരുന്നത് നിങ്ങളുടെ എക്സാമിന് മണിക്കൂറുകൾക്ക് മുമ്പായിരിക്കും. അതായത് നേരത്തെ പോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കെട്ടുകെട്ടായിട്ട് സ്കൂളിൽ കൊണ്ട് സൂക്ഷിക്കുന്ന പരിപാടി ഇനിയില്ല എന്നാണ് പറയുന്നത്. ഡിജിറ്റലായിട്ട് ഈ സോഫ്റ്റ്വെയർ വഴി നിങ്ങളുടെ സ്കൂളിലേക്ക് എക്സാമിന് മണിക്കൂറുകൾക്ക് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ വരും. അപ്പോൾ ആ മണിക്കൂറുകൾക്ക് മുമ്പ് എപ്പോഴാണോ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് അപ്പോൾ മാത്രമായിരിക്കും ഈ സ്കൂളുകാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ആരാണോ എക്സാം നടത്തുന്നത് ആ അധികൃതർ ഈ സ്കൂളിലെ ഈ സോഫ്റ്റ്വെയറിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു സെക്യൂരിറ്റി പിൻ കൂടി ഉണ്ടാവും. സ്കൂളുകാർക്ക് ആ സെക്യൂരിറ്റി പിൻ കൊടുത്തിട്ടുണ്ടാവും. ആ സെക്യൂരിറ്റി പിൻ യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ. അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഇത് തലേ ദിവസം ഒന്നും ചെയ്യാൻ കഴിയില്ല. എക്സാമിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമേ ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുള്ളൂ. അതെടുത്ത് വീണ്ടും കോപ്പി എടുത്ത് സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഈ കുട്ടികളുടെ ഇതിനിടയിൽ കൊണ്ടുവരുന്ന വഴിക്കോ മറ്റോ ചോദ്യപേപ്പറുകൾ ചോരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഇതിന് ഒരുപാട് മറ്റു കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതിലൊന്നാണ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ബാങ്കിനെ കുറിച്ച് പറയുന്നത് നോക്കാം. നിങ്ങൾക്ക് ചോദ്യപേപ്പറുകളുടെ ഒരു ഘടന മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ബാങ്ക് നേരത്തെ തന്നെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കാനുള്ള അധ്യാപകർക്കെല്ലാം അതിന് പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ട് അതായത് ഒരു വിഷയത്തിൽ തന്നെ, ഇപ്പോൾ ഫിസിക്സിനാണെങ്കിൽ ഫിസിക്സ് തന്നെ ഒരുപാട് ചോദ്യപേപ്പറുകൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് ആഡ് ചെയ്യും. കെമിസ്ട്രിയിലും അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആഡ് ചെയ്യും. എല്ലാ സബ്ജക്റ്റിനും ഇതുപോലെ ഒത്തിരി മോഡൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് നേരത്തെ സൈറ്റിൽ ലഭ്യമായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. ഏതെങ്കിലും ഒരു ചോദ്യം ആയിരിക്കും ഇതിൽ നിന്ന് എടുത്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ഘടന മനസ്സിലാകാതിരിക്കാൻ പുതിയ ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് പരിചയമില്ലാത്ത സിലബസിന് പുറത്തുള്ള ചോദ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് ചെയ്യുന്നത്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക. അത് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ നന്നായിട്ട് പരിചയപ്പെടുക എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് പഠിച്ചെടുക്കുക, അങ്ങനെ ആയിരിക്കില്ല. ഒരു സബ്ജക്റ്റിൽ തന്നെ ഒത്തിരി ചോദ്യങ്ങളായിരിക്കും ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഒരു മെത്തേഡ് പറയുന്നത്. മാത്രവുമല്ല ഇത് ഒരു അടുത്ത പറഞ്ഞൊരു പോയിന്റിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഫൈനൽ എക്സാമിനെ കുറിച്ചല്ല പറയുന്നതെന്നാണ് നമുക്ക് ആ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാര്യം ഇനി പറയുന്നത് ഓരോ സ്കൂളിലും ഓരോ ചോദ്യപേപ്പർ ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ചോദ്യപേപ്പറുകൾ ചോരാതിരിക്കാൻ കൂടി ഇത് സഹായിക്കും എന്നുള്ള ഒരു ധാരണയിലാണ് അവർ പറയുന്നത്. ചോദ്യപേപ്പറുകൾ ഓരോ സ്കൂളിലും ഓരോന്നായിരിക്കും. അതായത് ഓരോ സ്കൂളിലും ഈ സോഫ്റ്റ്വെയർ വഴി വരുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ അടുത്തടുത്ത 2 സ്കൂളാണെങ്കിൽ ആ ഓരോ സ്കൂളിൽ വരുന്ന ചോദ്യങ്ങൾ രണ്ടായിരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാൻ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് UP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസ്സുകളിലായിരിക്കും ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുകൂടിയാണ് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് നിലവിൽ നിലനിൽക്കുന്ന രീതി എന്നുള്ളത് നോക്കാം.
ഒന്നാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് SSK സർഗ ശിക്ഷ കേരള ഇവയുടെ നേതൃത്വത്തിൽ ഒരു 2 സെറ്റ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കും. അതിലൊന്ന് പ്രിന്റ് ചെയ്യുകയും അത് BRC അതായത് ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റേഴ്സ് വഴി നമ്മുടെ സ്കൂളുകളിൽ എത്തിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾ നടത്തുന്നത്. ഹൈസ്കൂൾ അതായത് 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ, ഈ ക്ലാസ്സുകളിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡയറ്റിൽ 2 സെറ്റ് ചോദ്യങ്ങൾ തയ്യാറാക്കും. അതിനുശേഷം അതിലൊരെണ്ണം SSK വഴി പ്രിന്റ് ചെയ്യുകയും അത് BRCയിലൂടെ അതായത് ബ്ലോക്ക് റിസോഴ്സ് സെൻറ്ററിലൂടെ നേരത്തെ പോലെ തന്നെ സ്കൂളിൽ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തയ്യാറാക്കുന്നത് ഡയറ്റാണ്. നേരത്തെ SSK തന്നെയാണ് ശില്പശാല നടത്തി ഒരു 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ തയ്യാറാക്കുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രിന്റ് അല്ലെങ്കിൽ തയ്യാറാക്കുന്നത് ഡയറ്റിൻ്റെ നേതൃത്വത്തിലാണ്. ഈ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അത് കൊണ്ടുവരുന്നതും ട്രാവൽ അല്ലെങ്കിൽ സ്കൂളിലേക്ക് എത്തിക്കുന്നതൊക്കെ ഒരേ മാർഗത്തിലൂടെ തന്നെയാണ്. ഇനി നമുക്ക് പറയുന്നത് ഹയർ സെക്കൻഡറി അതായത് +1 +2 ക്ലാസ്സുകളുടെ കാര്യങ്ങളാണ്. ഈ +1 +2 ക്ലാസ്സുകളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് 2 തരത്തിൽ പറയേണ്ടി വരും. ഒന്ന് മോഡൽ എക്സാമിനെ കുറിച്ചും അതുപോലെ പൊതുപരീക്ഷ പബ്ലിക് എക്സാമിനെ കുറിച്ചും പറയേണ്ടി വരും. ഇനി പൊതുപരീക്ഷയെക്കുറിച്ച് അതായത് പബ്ലിക് എക്സാമിൽ പറയുമ്പോൾ നമുക്ക് അവിടെ ഹയർ സെക്കൻഡറിയോടൊപ്പം SSLCയും കൂടെ പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഹയർ സെക്കൻഡറിയുടെ മോഡൽ പരീക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ഹയർ സെക്കൻഡറിയുടെ മോഡൽ പരീക്ഷ ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് SCERTയുടെ നേതൃത്വത്തിലായിരിക്കും. SCERT 2 സെറ്റ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുകയും അത് രഹസ്യ പ്രസിൽ പ്രിന്റ് ചെയ്തുകൊണ്ട് അത് ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് 2 സെറ്റ് ചോദ്യങ്ങൾ തയ്യാറാക്കുകയും അത് പ്രിന്റ് ചെയ്യുന്നത് രഹസ്യമായിട്ടൊരു പ്രസ്സിലും അവിടെ നിന്നും അത് ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നു. അവിടെ ജില്ലാ കേന്ദ്രങ്ങളിൽ നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൽമാർ നേരിട്ടെത്തി ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്യുകയാണ് വേണ്ടത്. സ്കൂളിലേക്ക് എത്തിക്കുകയല്ല ചെയ്യുന്നത്, പകരം പ്രിൻസിപ്പൽമാരോടെ എത്തി ഈ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതാണ് മോഡൽ എക്സാമിന് നടന്നുകൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പബ്ലിക് എക്സാമിലേക്ക് വരാം. പബ്ലിക് എക്സാമിലേക്ക് നമുക്ക് ഏതൊക്കെയാണ് നോക്കേണ്ടത്? SSLC നോക്കണം, ഹയർ സെക്കൻഡറി നോക്കണം. നമുക്കിനി പൊതുപരീക്ഷ അതായത് പബ്ലിക് എക്സാമിലേക്ക് വരാം. നമ്മുടെ അവസാനത്തെ എക്സാം എന്ന് പറയുന്ന എക്സാമിലേക്ക് വരാം. അത് ഹയർ സെക്കൻഡറി ആയാലും SSLC ആയാലും രണ്ടിനും ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുന്നത് SCERT തന്നെയാണ്. ഇനി ഹയർ സെക്കൻഡറിയിൽ ഓരോ വിഷയത്തിനും 5 സെറ്റ് ചോദ്യപേപ്പറുകൾ വീതമാണ് തയ്യാറാക്കുന്നത്. SSLCയിലേക്ക് വരുമ്പോൾ 4 സെറ്റ് ചോദ്യപേപ്പറുകളാണ്. ഈ ചോദ്യപേപ്പറുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രഹസ്യ കേന്ദ്രങ്ങളിൽ പ്രിന്റ് ചെയ്യുകയും അവിടെ നിന്നും SSLCയുടെ ചോദ്യപേപ്പറുകൾ നേരിട്ട് DO ഓഫീസിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഹയർ സെക്കൻഡറി ചോദ്യപേപ്പർ ആണെങ്കിലോ ഹയർ സെക്കൻഡറി ചോദ്യപേപ്പർ നേരിട്ട് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കും. എവിടെയാണോ പരീക്ഷ നടക്കുന്നത് അവിടങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ് നമ്മുടെ ഹയർ സെക്കൻഡറിയുടെയും SSLCയുടെ ചോദ്യപേപ്പറുകളൊക്കെ സൂക്ഷിക്കുന്നത് എക്സാം വരെ എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ വെച്ചിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതുവരെ നിലനിന്നിരുന്ന സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റത്തിനെ മാറ്റിക്കൊണ്ടാണ് പുതിയൊരു സിസ്റ്റം ഇനി വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് വന്ന ഈ ഒരു ന്യൂസിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പബ്ലിക് എക്സാമിനെ പറ്റിയിട്ടല്ല പറയുന്നത്. കാരണം ഓരോ സ്കൂളിലും ഓരോ ചോദ്യപേപ്പറിന് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ട് അതൊരു പബ്ലിക് എക്സാമിന് പരീക്ഷ അല്ലെങ്കിൽ മെത്തേഡ് ആവാൻ സാധ്യതയില്ല. ഇനി പബ്ലിക് പരീക്ഷയ്ക്ക് നിലവിലുള്ള രീതി തന്നെ തുടരുമോ അതോ ഇനി പബ്ലിക് എക്സാമിന് വേണ്ടി മാത്രമായി പുതിയൊരു രീതി അപ്ലൈ ചെയ്യുമോ അല്ലെങ്കിൽ കൊണ്ടുവരുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയില്ല. അപ്പോൾ അത് ഇനി വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് കണ്ട വാർത്തയിൽ നിന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മളിപ്പോൾ ഇവിടെ കൺവേ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുവെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലൊന്ന് ഫോളോ ചെയ്തിരിക്കുക. നിങ്ങളുടെ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കൂടി നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പേജ് കൂടി നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് കയറി നോക്കിയേക്കാം.